ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഷെർണസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ പോലെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ഉണ്ടാ. നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താ ടോപ്പിക് എന്നുള്ളത്. ശരിയാണ്, നമുക്ക് എങ്ങനെ ശരിയായ രീതിയിൽ യൂട്യൂബ് ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. നമ്മളൊരു ലോങ് വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് നല്ലൊരു തമ്മിലാണ്. കാരണം നമ്മുടെ തമ്മിൽ കണ്ട് ഇംപ്രസ് ആയാൽ മാത്രമേ അവർ നമ്മുടെ വീഡിയോസ് കാണത്തുള്ളൂ. അതോടൊപ്പം തന്നെ അതിന് മാച്ചായിട്ടുള്ള കീവേഡ്സും കണ്ടുപിടിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായുള്ള കാര്യമായിരുന്നു എനിക്ക്. പക്ഷെ ഇപ്പം എനിക്ക് അതിനുള്ള സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പം അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ഇനി ഒട്ടും വലിച്ചു കിട്ടാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. യൂട്യൂബിൽ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം തന്നെ യൂട്യൂബ് ഓപ്പൺ ചെയ്യാം. വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് താഴെ ഭാഗത്തൊരു പ്ലസ് ഐക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ 4 ഓപ്ഷനാണ് ഉള്ളത്: വീഡിയോ, ഷോർട്സ്, ലൈവ്, പോസ്റ്റ്. ഇതിൽ നമുക്ക് വീഡിയോ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഗാലറി ഓപ്പണായി വന്നിട്ടുണ്ടാവും. ഇനി ഇതിൽ നിന്ന് നമ്മൾ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ വീഡിയോ നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ഇവിടെ എഡിറ്റ് ഇൻ ടു എ ഷോർട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് തന്നെ ഷോർട്സ് വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ നെക്സ്റ്റ് എന്ന ഓപ്ഷനാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആദ്യം തന്നെ നമ്മുടെ തംബ്നെയിലിൽ നിന്ന് തുടങ്ങാം. ഇവിടെ മുകളിൽ തന്നെ ഒരു പെൻസിലിൻ്റെ ഐക്കൺ കാണും. അത് ടച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഗാലറി ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് നമ്മുടെ തംബ്നെയിൽ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ വീഡിയോയ്ക്ക് പറ്റിയ നല്ലൊരു ക്യാപ്ഷൻ കൊടുക്കാം. ഞാനിവിടെ യൂട്യൂബിൽ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട രീതി എന്നാണ് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ചാനലിലെ പേര് മെൻഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് നമ്മുടെ വിസിബിലിറ്റി ഇപ്പോൾ തന്നെ പബ്ലിക് ആക്കാതെ അൺലിസ്റ്റഡ് ആക്കി കൊടുക്കാം. അതോടൊപ്പം തന്നെ സെലക്ട് ഓഡിയൻസിൽ നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ള ഓപ്ഷനും കൊടുക്കാം. ഇനി നമുക്ക് ഈ വീഡിയോ അപ്ലോഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. ഇനി ബാക്കിയുള്ള സെറ്റിംഗ്സ് എല്ലാം നമുക്ക് വൈറ്റി സ്റ്റുഡിയോ ആപ്പിലാണ് ചെയ്യാനുള്ളത്. വൈറ്റി സ്റ്റുഡിയോ ആപ്പ് എന്ന് പറയുന്നത് യൂട്യൂബ് ചാനൽ ഉള്ളവർ നിർബന്ധമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു ആപ്പാണ് കേട്ടോ. അതിലൂടെയാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഫുൾ ഡീറ്റെയിൽസും സെറ്റിംഗ്സും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ആയതിനു ശേഷം നമുക്ക് വൈറ്റി സ്റ്റുഡിയോയിലേക്ക് പോവാം. വൈറ്റി സ്റ്റുഡിയോ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ താഴെ ഭാഗത്തായിട്ട് കണ്ടന്റ് എന്നുള്ള ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്ത വീഡിയോ കാണാൻ പറ്റും. ആ വീഡിയോയിൽ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് എന്ന ഓപ്ഷൻ എടുക്കാം. അതിൽ ഷോ മോർ ടച്ച് ചെയ്ത് നമുക്ക് ബാക്കിയുള്ള സെറ്റിംഗ്സും കൂടി ചെയ്ത് കൊടുക്കാം. ആഡ് ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് നമ്മൾ ആദ്യം കൊടുത്ത ടൈറ്റിൽ തന്നെ ഇവിടെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ വീഡിയോസിന് മാച്ച് ആയിട്ടുള്ള കുറച്ച് കീവേഡ്സും കൊടുക്കാം. കീവേഡ്സ് കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ ഹാഷ്ടാഗ് ഇട്ടിട്ട് വേണം കേട്ടോ കീവേഡ്സ് കൊടുക്കാനായിട്ട്. ഡിസ്ക്രിപ്ഷൻ കൊടുത്ത ശേഷം നമുക്ക് ലൊക്കേഷനാണ് വരുന്നത്. ലൊക്കേഷൻ ഇത് വേണമെങ്കിൽ കൊടുത്താൽ മതി, പക്ഷെ ഞാൻ എല്ലാത്തിലും കൊടുക്കാറുണ്ട് കേട്ടോ. ഞാനിപ്പോൾ കൊച്ചിയിൽ നിന്നാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അടുത്തത് ആഡ് പ്ലേലിസ്റ്റ് കൊടുക്കാനുണ്ട്, അത് ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല. പിന്നെ വരുന്നത് പെയ്ഡ് പ്രൊമോഷൻ ആൻഡ് ബ്രാൻഡ്സ് ആണ്. എൻ്റെ ഈ വീഡിയോ അതല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഓന്നാണ് കൊടുക്കുന്നത്. അതുപോലെ കമ്മ്യൂണിറ്റിയിലാണ് നമ്മുടെ കമൻറ്റ് ഓണാക്കാനും ഓഫ് ചെയ്യാനും വന്നത്. ഞാനിവിടെ ഓണാക്കി തന്നെയാണ് ഇടുന്നത് എൻ്റെ കമൻറ്റ്. പിന്നെ വരുന്നത് നമ്മുടെ വീഡിയോയും ഓഡിയോയും റിമിക്സ് ചെയ്യാനുള്ള അലോ ചെയ്യാനായിട്ടാണ്. ഞാനിവിടെ ഡോണ്ട് അലോ റിമിക്സ് എന്നാണ് കൊടുക്കുന്നത്. പിന്നെ ഇൻവൈറ്റ് കൊളാബറേഷൻ എന്നുള്ള ഓപ്ഷനും ഉണ്ട്. നമ്മൾ വേറെ ചാനലായിട്ട് കൊളാബ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓണാക്കിയാൽ മതി. ഏറ്റവും ലാസ്റ്റത്തെ ഓപ്ഷൻ ആട്രിബ്യൂട്ടഡ് എന്നുള്ളൊരു ഓപ്ഷനാണ്. അതിലാദ്യം വന്നേക്കുന്നത് എ യൂസിൻ്റെ ഓപ്ഷനാണ്. അതിൽ ഞാനിവിടെ നോയാണ് കൊടുക്കുന്നത്, കാരണം ഞാൻ വേറെ ആരുടെയും കണ്ടന്റും എ ഒന്നും യൂസ് ചെയ്തിട്ടില്ല ഈ വീഡിയോയിൽ. പിന്നെ അടുത്ത് വരുന്നത് ചൂസ് എ കാറ്റഗറി ആണ്. അതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്: കോമഡി, എഡ്യൂക്കേഷൻസ്, ഗെയിമിങ്, പേഴ്സണൽ ബ്ലോഗ്. ഇതിൽ നിങ്ങളുടെ വീഡിയോ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കാറ്റഗറി സെലക്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ആഡ് ടാഗ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കീവേഡ്സ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ ഹാഷ്ടാഗ് ഇട്ടാണ് കീവേഡ്സ് കൊടുത്തെങ്കിൽ ഇവിടെ കീവേഡ്സിൽ ഹാഷ്ടാഗ് ഇടേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ കീവേഡ്സ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിങ്ങളുടെ വീഡിയോയ്ക്ക് മാച്ച് ആയിട്ടുള്ള കീവേഡ്സ് ഇട്ട് കൊടുക്കുക. പിന്നെ ലൈസൻസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനിൽ എലോ എംബഡിങ് ഓൺ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് ഇടാം നമുക്ക്. ഇത് വേറെ ഒന്നുമല്ല, നമ്മുടെ വീഡിയോ മറ്റവർക്ക് ഷെയർ ചെയ്യുമ്പോൾ അവർക്കത് വാട്സപ്പിൽ നിന്ന് തന്നെ കാണാൻ പറ്റും. അങ്ങനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഓഫ് ചെയ്യുന്നത്. കാരണം അവർ ആ ലിങ്ക് വഴി നമ്മുടെ യൂട്യൂബിൽ നിന്ന് കണ്ടാൽ മാത്രമേ നമുക്ക് വ്യൂ കിട്ടത്തുള്ളൂ. എന്നിട്ട് ഞാനിത് സേവ് ചെയ്തിട്ട് ബാക്ക് പോയ ശേഷം ഒന്നുകൂടെ വീണ്ടും ആ വീഡിയോയിൽ എഡിറ്റ്സ് കൊടുത്ത് അതെല്ലാം ഒന്നുകൂടെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കും. കറക്റ്റായിട്ട് എല്ലാം ഇട്ടിട്ടുണ്ടോ, എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടോ എന്നൊക്കെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കാറുണ്ട് കേട്ടോ. അതിനുശേഷം മാത്രമേ ഞാൻ വീഡിയോ പബ്ലിക് ആക്കാറുള്ളൂ. ഇനി നമുക്ക് വിസിബിലിറ്റി എടുത്ത് അൺലിസ്റ്റഡ് എന്നുള്ളത് പബ്ലിക് ആക്കി കൊടുക്കാം. അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ നേരത്തെ തന്നെ സമയം സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഷെഡ്യൂൾ എന്നുള്ള ഓപ്ഷനും ഉണ്ട്. പിന്നെ ഈ വീഡിയോ ആരും കാണണ്ടെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ആക്കി വെക്കാനുള്ള ഓപ്ഷനും ഉണ്ട് കേട്ടോ. അതപ്പോൾ നിങ്ങൾക്ക് വിസിബിലിറ്റിയിൽ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പോൾ ഇത് പബ്ലിക് ആക്കി ഇടുന്നുണ്ട്. പിന്നെ തുടക്കത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എങ്ങനെയാണ് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുന്നതും കീവേഡ്സ് കണ്ടുപിടിക്കണം എന്നുള്ളത്.
സത്യം പറഞ്ഞാൽ ഞാനല്ല അത് ക്രിയേറ്റ് ചെയ്യുന്നത്. എനിക്ക് ChatGPT ആണ് ക്രിയേറ്റ് ചെയ്ത് തരുന്നത്. കീവേഡ്സ് ആണെങ്കിലും ChatGPT തന്നെയാണ് ട്ടോ എനിക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലെയുള്ള ഇൻഫോർമേഷൻസ് വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ.